ഇതൊക്കെ ഒരു ഭക്ഷണമാണ്. പശുവിന് കൊടുക്കാൻ വെച്ചിരിക്കുന്ന പോലെ കുറെ കഷ്ണങ്ങൾ വെട്ടിവെച്ചിരിക്കുന്നു. ഇതിന് രുചി എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഇല്ല. എത്ര കൊല്ലങ്ങളായിട്ട് നീ എനിക്ക് ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നിട്ടും രുചിയുള്ള ഒരു ആഹാരം നീ ഇതുവരെ ഉണ്ടാക്കാൻ പഠിച്ചില്ലേ? സോറി ബോസ്, ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അങ്ങനെ എങ്ങാനും ചെയ്താ എന്നോട് ഇനി ഒരിക്കലും ക്ഷമിക്കേണ്ട. ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കൂ. ശാന്തമായിരിക്കൂ ഷക്കാൽ, ശാന്തമായിരിക്കൂ. ഞാൻ കേട്ടത് ജയ്സിംഗ് ചൗഹാന്റെ കുക്ക് ചിംലിയെ പോലെ ബെസ്റ്റ് ആയിട്ട് ആരും ഇല്ലെന്നാ. അവന്റെ കൈ കൊണ്ട് പാചകം ചെയ്ത രുചി അത്രയ്ക്കാണത്രേ. ആ സത്യമാണ് ഷക്കാൽ. ജിംഗ്ലിയെ പോലെ ആർക്കും പാചകം ചെയ്യാൻ ആവില്ല ഷക്കാൽ. ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണോ? ജയ്സിംഗ് ചൗഹാന്റെ പാചകക്കാരൻ അത്രയും നന്നായി പാചകം ചെയ്യുമെങ്കിൽ അയാളെ ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവരേണ്ടതല്ലേ? ഇനി എനിക്ക് വേണ്ടി എന്നേക്കുമായി പാചകം ചെയ്യുന്നത് അയാളായിരിക്കും. റോങ്കയെ കൊണ്ട് തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ പറ്റില്ല. സഫോല, നീ തന്നെ പോ. ഷക്കാൽ, എന്റെ കാര്യം ഒന്ന് നോക്കിയേ. ദയവ് ചെയ്ത് എന്നെ പഴയതുപോലെ ആക്ക്. ഇങ്ങനെയാണെങ്കിൽ നീ തോൽക്കും. മര്യാദയ്ക്ക് കളിക്കാം. ഇതാരാ സംസാരിക്കുന്നേ? ഞാനാണ് സഫോല. ആരോ ഒച്ചുണ്ടാക്കിയ പോലെ ശബ്ദം കേട്ടില്ലേ? ഇവിടെ ആരുമില്ലല്ലോ. ഇവിടെ ആരുമില്ല. ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? കിച്ചൺ ഗാർഡനിൽ ജിംഗ്ലി ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ എവിടേക്കാ പോയത്? ആ, ഇവിടെ ഒരു ടണൽ ഉണ്ടല്ലോ. സഫോല ജിംഗ്ലിയെ വലിച്ചോണ്ട് പോവാണ്. നമ്മൾ ജിംഗ്ലിയെ രക്ഷിച്ചേ പറ്റൂ. വരൂ പോവാം. Akira, Sakira, Bazooka, Mines Connector. അത് തന്നെ. ഇനി കുറച്ച് സമയം കൂടി, അതിനുശേഷം എനിക്ക് എല്ലാ ദിവസവും നല്ല ആഹാരം കഴിക്കാൻ കഴിയും. അതാലോചിക്കുമ്പോൾ തന്നെ എന്റെ വായിൽ വെള്ളം വരുന്നു. ഷാക്കാൽ, നിങ്ങൾ ഒറ്റയ്ക്ക് പാർട്ടി ആഘോഷിക്കല്ലേ? ഐഡിയ തന്നത് ഞാനാ. ഐഡിയ തന്നത് നീയായിരിക്കും, പക്ഷെ അയാളെ കൊണ്ടുപോകുന്നത് ഞാനാണ്. രണ്ടാളൊന്ന് വായടയ്ക്കുന്നുണ്ടോ? ആഹാരം റെഡി ആയിട്ടില്ല. അതിനു മുന്നേ രണ്ടുപേരും തുടങ്ങിയോ വഴക്കടിക്കാൻ? ഷക്കാൽ ജിംഗ്ലിയുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന മാജിക് ഇപ്പൊ ചെയ്യുകയാണ്. മൈൻഡ് റീഡിംഗ് കട്ട്. രുദ്രയ്ക്ക് ഇത്രയും ധൈര്യമോ? ഞാൻ മാജിക് മായാജാലത്തിന്റെ രാജാവ്. ബോസേ, ഇപ്പൊ ഡയലോഗ് പറയാനൊന്നും സമയമില്ല. നമുക്ക് ചിംഗ്ലിയെ പിടിക്കണം. ഞാനാണ് സഫോല.
ഞാൻ രുചിയുള്ള ആഹാരം ഭക്ഷിക്കുന്നത് തടഞ്ഞിട്ട് ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേ? എന്നാൽ ഞാൻ നിങ്ങളെ ഇവിടെ നിന്നും വിടുന്ന പ്രശ്നമില്ല. ഞാനാണ് മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്ക. ഞാനാണ് ഷക്കാൽ. അക്കീര, ഷക്കീര, ഹൂ! രുദ്ര, സിംഹത്തിന്റെ മടയിൽ നിന്നും നീ എളുപ്പത്തിൽ രക്ഷപ്പെട്ടേക്കാം. എന്നാൽ ഈ ഷക്കാലിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഷക്കാൽ, ഇബൈസ്ക ഡോം ക്രിയേറ്റോ. ഈ സുഖിയം വെറുതെ വിടില്ല. മര, പ്ലീസ് നീ മാജിക് മാത്രം ചെയ്യല്ലേ. മുത്തശ്ശനുള്ളപ്പോ നമ്മൾ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അതെങ്ങനെ വെറുതെ വിടാൻ കഴിയും? ചന്തർ മന്തർ കാളിക്കലാന്തർ ചൂ. വേണ്ട. കണ്ടില്ല വരൻ, ഒരുപാട് ദൂരെ പോയി താഴെ വീണു. ഇവിടെ നോക്ക്, ഞാനും വീണ് കിടക്കാം. ഒരു രുചിയുള്ള ആഹാരം കഴിക്കാമെന്ന് വിചാരിച്ചത് ഇത്ര തെറ്റാണോ? കൊല്ലല്ലേ, ഞാൻ എവിടേക്കായാലും പൊക്കോളാം. ഷക്കാൽ, ഇനി ആരുടെയെങ്കിലും നേർക്ക് നീ കൈ പൊക്കിയെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ പൊക്കാൻ ഒരിക്കലും നിനക്ക് കൈയുണ്ടായെന്ന് വരില്ല. വരൂ കുട്ടികളെ. ഓ, ഞാൻ എന്ത് ചെയ്താലും തെറ്റായിട്ടാണല്ലോ അവസാനിക്കുന്നേ. ആരാ? ഷക്കാൽ, നീയായിരുന്നു. പഠിക്കുന്ന കാലത്ത് ലൈബ്രറിയിലേക്ക് വരാറേ ഇല്ലായിരുന്നല്ലോ. ഓർമ്മയുണ്ടോ? ഇപ്പൊ വന്നിരിക്കുന്നു. ഷക്കാലിന് എന്ത് എപ്പോ തോന്നുന്നുവോ അത് അപ്പൊ തന്നെ ചെയ്തിരിക്കും. ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ മാത്രമാണ്. ഷക്കാൽ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, നീ ഒന്നിനും കൊള്ളാത്തവനാണ്. അപ്പോഴും അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്. ഷക്കാൽ ഒരിക്കലും മാറാത്തവനാണ്. നീ ഒട്ടും മാറിയിട്ടില്ലല്ലോ. അന്നും നീ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്നും അതേ കുറ്റം പറയൽ തന്നെ ആവർത്തിക്കുന്നു. മര്യാദയ്ക്ക് ഇവിടെ നിന്നും പൊക്കോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ... നിങ്ങളാരാ? ഞാൻ മജീഷ്യൻ ലൈബ്രറിയുടെ മജീഷ്യൻ അലാസ. നീ തീർച്ചയായിട്ടും രുദ്രയായിരിക്കും അല്ലേ? അതെ, ഞാൻ രുദ്രയാണ്. നിന്റെ മുത്തശ്ശനെ വിളിക്കൂ, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മുത്തശ്ശൻ ജിംഗ്ലിയെ ഗ്രാമത്തിൽ കൊണ്ടാക്കാൻ പോയിരിക്കുകയാണ്. ഷക്കാൽ വളരെ മോശമായിട്ടുള്ള മാജിക്കാ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മുത്തശ്ശൻ ജിംഗ്ലിയോട് വിശ്രമിക്കാൻ പറഞ്ഞു. പ്രശ്നം വലുതാണല്ലോ. മറക്കാതെ ഞാൻ വിളിച്ച കാര്യം അദ്ദേഹം വരുമ്പോൾ പറയണം. ഷാക്കാൽ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നെന്ന് പറയൂ. അതുമാത്രമല്ല, ഡയമണ്ട് ആൻഡ് റെയിൻബോ റിവർ ബുക്ക് വായിക്കുന്നുണ്ട്. അതിനെന്താണ് അർത്ഥമെന്നറിയോ? അറിയാം, മുത്തശ്ശൻ ഒരു പ്രാവശ്യം ഇതിനെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആരുടെ അടുത്ത് റെയിൻബോ റിവറിന്റെ ഡയമണ്ട് ഉണ്ടോ അവരടുത്ത് ഒരു മാജിക്കും പ്രവർത്തിക്കില്ല അത്രേ. അവരെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ജയ്സിംഗ് തിരിച്ചു വന്നതും അദ്ദേഹത്തോട് നീ ഇത് പറയണം. അധികം വൈകാൻ പാടില്ല. അതുമാത്രമല്ല, നിങ്ങളും സൂക്ഷിച്ചിരിക്കണം കേട്ടോ. മുത്തശ്ശൻ എപ്പോ വരുന്ന അറിയില്ലല്ലോ. വേഗം റെയിൻബോ റിവറിലേക്ക് പോയി ആ ഡയമണ്ട് എടുക്കണം. രുദ്ര, ഈ റിവർ നല്ല ഭംഗിയുണ്ട്. ഇത്രയും ഭംഗിയുള്ള റിവർ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഞാൻ ഇവിടേക്ക് ആദ്യമായിട്ടാ വരുന്നത്.
എനിക്കിപ്പോ എന്താ തോന്നുന്നു വെച്ചാൽ ആ റെയിൻബോ കളർ റേസ് കാണുന്നില്ലേ, അവിടെയായിരിക്കും ചിലപ്പോ മാജിക്കൽ ഡയമണ്ട് ഉള്ളത്. രുദ്ര, ഡയമണ്ട് എവിടെ ഉണ്ടാവുന്ന നീ പറഞ്ഞു. ഇനി അത് പുറത്ത് കിടക്കാൻ പോകുന്നത് ഞാനാണ്. എനിക്ക് വാട്ടർ ഡൈവിംഗിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് ഒരുപാട് സമയം വെള്ളത്തിന്റെ അകത്തിരിക്കാൻ കഴിയും. വേണമെങ്കിൽ നോക്കിക്കോ, ഇപ്പൊ തന്നെ പോയിട്ട് ഇപ്പൊ തന്നെ പുറത്തേക്ക് വരാം. ഹായ്. How cute. Oh no, റിവറിൽ ഒരുപാട് ക്രോക്കഡൈൽസ് ഉണ്ട്. അവറ്റകളെ എങ്ങനെയെങ്കിലും തടയണല്ലോ. ചന്തർ മത്തർ കളിക്കല്ലാത്ത ഷോ. ഇതെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എന്റെ അമ്മ, മൈറ എന്തെങ്കിലും മാജിക് ചെയ്തോ? മൈറ, നീ മാജിക് ഒന്നും ചെയ്യരുത്, അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും. രുദ്ര, രക്ഷിക്കേ. ഞാനിങ്ങനെ കുടുങ്ങിയല്ലോ. രുദ്ര, രക്ഷിക്കേ. സോറി വരുൺ, ഈ ഡൈമിംഗ് ഒക്കെ നിനക്ക് സെറ്റ് ആവാത്ത കാര്യം. മൈര, നിനക്ക് ഈ മാജിക് ഒന്നും സെറ്റ് ആവാത്ത കാര്യം. ഡയമണ്ട് എടുത്തോണ്ട് വരാൻ ഞാൻ പോവാം. Ibaiska, Zibaiska, Frandolino! സബാഷ് രുദ്ര, നീ എന്റെ ജോലി എളുപ്പമാക്കിയിരിക്കുകയാണ്. ഞാൻ ലൈബ്രറിയിലേക്ക് പോയതിനു ശേഷമാണ് ഈ ഡയമണ്ടിനെ കുറിച്ച് അറിഞ്ഞത്. നീ കുട്ടിയല്ലേ, നിനക്ക് ഈ ഡയമണ്ട് എന്തിനാ? ആ ഡയമണ്ട് എന്റെ കയ്യിലേക്ക് തന്നേക്ക് രുദ്ര. എന്റെ കയ്യിലേക്ക് തന്നേക്ക്, അത് എന്റെ കയ്യിലിരിക്കുന്നതാണ് മോനെ, അതിങ്ങ് തന്നേക്ക്. ശകർ, ഇപ്പൊ ഈ ഡയമണ്ട് എന്റെ അടുത്താണ് ഉള്ളത്. നിന്റെ ഒരു മാജിക്കും എന്റെ അടുത്ത് നടക്കില്ല. ശകർ, ഇന്ന് നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. വരൂ കൂട്ടുകാരെ, വീട്ടിലേക്ക് പോവാം. രുദ്ര, നീ അങ്ങനെ ഒരുപാട് സന്തോഷിക്കണ്ട. ആരുടെ കയ്യിലാണോ ഈ ഡയമണ്ട് ഉള്ളത്, അവരെ മാജിക് കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. എത്രയും പെട്ടെന്ന് ആ ഡയമണ്ട് സ്വന്തമാക്കാൻ പോകുന്നത് ഞാനായിരിക്കും. മൈറ, ഡയമണ്ട് പിടിക്ക്. ഡയമണ്ട് പിടിച്ചു. ഇപ്പൊ എന്ത് ചെയ്യും രുദ്ര? ഓടിക്കോ. ഷകർ, വരുണിന്റെ അടുത്തൊന്നും നിനക്ക് ഈ ഡയമണ്ട് കിട്ടില്ല. ഡയമണ്ട് കയ്യിൽ കിട്ടിയപ്പോൾ എലി പോലും സിംഹത്തെ പോലെയാണല്ലോ ഗർജിക്കുന്നത്. സപ്പോള, അവനെ പോയി പിടിക്കുക. രുദ്ര, ഇന്ന് ഇത് പിടിച്ചോ. സിംഹത്തെ എലിയാക്കി മാറ്റാൻ കുറച്ച് സമയം മതി. ഇനി ഈ ഡയമണ്ട് എനിക്കുള്ളത് തന്നെ.
മുത്തശ്ശ മുത്തശ്ശ, ഇതാ റെയിൻബോ ഡയമണ്ട്. സബാഷ് രുദ്ര, ഇപ്പോഴാണ് റംഗീല എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. നീ വന്നെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വേഗം വന്നത്. പക്ഷെ ഒരു കാര്യം മോനെ, സത്യവും കള്ളവുമായ ഇമേജസിനെ കുറിച്ച് നീ ഒരുപാട് പഠിക്കാനുണ്ട് മോനെ. അവരുടെ അടുത്ത് നിൽക്കുന്ന ആ ഷാക്കൽ സത്യമല്ല, അതൊരു കള്ളമായ ഇമേജാണ്. എന്താ ഈ പറയുന്ന മുത്തശ്ശ? അപ്പൊ ശരിക്കുള്ള ഷക്കാൽ എവിടെയാ? ഞാനാണ് മാജിക്, മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്ക, ഞാനാണ് ഷക്കാൽ. അകീറ, സക്കീറ, ബവന്ദർ പെൻകോ. ഇത് ശരിക്കും മുത്തശ്ശൻ തന്നെയാണോ, അല്ലെങ്കിൽ ഷക്കാലിനെ പറ്റിക്കുകയാണോ? ഇല്ല രുദ്ര, ഇത് ഞാൻ തന്നെയാണ്, നിന്റെ മുത്തശ്ശൻ. ഞാൻ കൊട്ടാരത്തിൽ എത്തിയപ്പോഴാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതറിഞ്ഞ ഉടൻ തന്നെ ഞാൻ എത്തുകയും ചെയ്തു. സോറി കുട്ടികളെ, ഞാൻ വരാൻ അല്പം വൈകിപ്പോയി. ജയ്സിംഗ് ചൗഹാൻ, നീ വരാൻ കുറച്ച് സമയമല്ല, ഒരുപാട് സമയം വൈകിയിരിക്കുന്നു. ഇത്രയും ദിവസം നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്നെ എത്രത്തോളം ബുദ്ധിമുട്ടിച്ചിരിക്കുന്നു. അതിനെല്ലാം ചേർത്ത് ഞാൻ ഇന്ന് പകരം വീട്ടാൻ പോവുകയാണ്. അതെന്താന്ന് വെച്ചാൽ ഇന്ന് ഷക്കാൽ എല്ലാവരെക്കാളും ശക്തിശാലിയാണ്. ഈ ഷക്കാലിന് തോൽപ്പിക്കാൻ ആർക്കുമാവില്ല, ഈ ഷക്കാലിന് ജയിക്കാൻ ആർക്കുമാകില്ല. സിബൈസ്ക, സിബൈസ്ക. നിന്റെ ശക്തി എല്ലാം ഉപയോഗിച്ച് എന്റെ നേർക്ക് നീ പ്രയോഗിച്ചാലും നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. കാലിന് തോൽപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. അകീറ, സക്കീറ, ബവന്ദർ പെഗറ്റോ. രുദ്ര, ആ പുസ്തകം എനിക്ക് വീണ്ടും വായിച്ചേ പറ്റൂ. എനിക്ക് കുറച്ച് സെക്കൻഡുകൾ തരൂ, അതിൽ ചില കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. നിങ്ങൾ 3 പേരും അതുവരെ കുറച്ച് സൂക്ഷിക്കേണ്ടതാണ്. ആ സെക്കൻഡ് വരെ ആ ഷാക്കാലിനെ ബിസിയാക്കിയേ പറ്റൂ. ജയ്സിംഗ് കുട്ടികളുടെ പുറകിൽ പോയി ഒളിച്ചിരിക്കുക. രുദ്ര, നിങ്ങൾക്ക് ഇനി എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ഒരിക്കലും കഴിയുകയില്ല. നിങ്ങൾ എല്ലാവരെയും ഇന്ന് ഞാൻ ഒരുമിച്ച് നശിപ്പിക്കും. രുദ്ര മാത്രല്ല, രുദ്രയുടെ നിഴൽ പോലും നിന്നെ കണ്ട് പേടിക്കില്ല. ജോലി തീർന്നു. നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. റെയിൻബോയിൽ 7 കളറാണുള്ളത്. എല്ലാ കളേഴ്സും ഒന്നിക്കുമ്പോൾ ഈ ഡയമണ്ടിന്റെ പവർ കുറയ്ക്കാൻ പറ്റും. നല്ലോണം ഓർക്കണം കുട്ടികളെ. ഫോക്കസ് ആൻഡ് ബിലീവ്. Orange, Yellow, green, indigo, violet, blue. ജയ്സിംഗ് ചൗഹാൻ, എപ്പോഴത്തെയും പോലെ ഈ ഷക്കാലിനെ ജയിക്കാമെന്ന് കരുതിയോ? സംഭവിക്കാൻ സാധ്യതയില്ല. മര്യാദയ്ക്ക് എന്നെ വിട്ടേക്ക. ഒരിക്കലും എനിക്ക് തോൽവി സംഭവിക്കുന്നതല്ല. ജയ്സിംഗ് ചൗഹാൻ, തീർച്ചയായും ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. വരണം ഷാക്കാൽ, തീർച്ചയായും വരണം. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കും. നിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നതാണ്.
കുട്ടികളെ, നിങ്ങളോട് എനിക്ക് അഭിമാനം തോന്നുന്നു. നിങ്ങൾ 3 പേരും ചേർന്ന് വലിയൊരു സംഭവമാണ് ചെയ്തിരിക്കുന്നത്. Thank you, മുത്തശ്ശ.